ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് CPയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന കേരള പോലീസ് ആക്റ്റാണ്. കേരള പോലീസ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പോലീസിന് പരീക്ഷയ്ക്ക്. അപ്പോൾ നമുക്കത് നോക്കാം. അതിൻ്റെ കുറേ കാര്യങ്ങൾ, നമുക്ക് നിയമങ്ങളും സെക്ഷനുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിൽ നോക്കി പോകാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് എന്താണ് കേരള പോലീസ് ആക്ട് 2011, അല്ലെങ്കിൽ എന്താണ് കേരള പോലീസ് ആക്ട് എന്ന് പറഞ്ഞാൽ തന്നെ കേരള സംസ്ഥാന പോലീസ് സേനയുടെ രൂപീകരണവും നിയന്ത്രണവും അധികാരങ്ങളും കർത്തവ്യങ്ങളും സംബന്ധിച്ച നിയമം ക്രോഡീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ടതും അതിന് ആനുഷികവുമായിട്ടുള്ള ആക്റ്റാണ് കേരള പോലീസ് ആക്ട്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ പോലീസ് സേനയുടെ രൂപീകരണം എങ്ങനെ, അതിൻ്റെ ഘടനയൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം, അതിൻ്റെ രൂപീകരണം എങ്ങനെ നിയന്ത്രിക്കണം, അതിൻ്റെ തലപ്പത്തുള്ളവർ തൊട്ട് അതിൻ്റെ നിയന്ത്രണം എങ്ങനെയായിരിക്കണം, പോലീസ് സേനയ്ക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, പോലീസിൻ്റെ കർത്തവ്യങ്ങൾ എന്താണ്, ഇതൊക്കെ സംബന്ധിച്ചുള്ള നിയമങ്ങളാണ് ഈ കേരള പോലീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആ ഡെഫിനിഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിനെ കുറച്ച് കേരള പോലീസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിൽ എത്ര പോലീസ് ജില്ലകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 20 പോലീസ് ജില്ലകളാണുള്ളത്. കേരളത്തിൽ 20 പോലീസ് ജില്ലകളാണ് ഉള്ളത്. കേരള പോലീസിനെ 2 മേഖലകളായി തിരിക്കുന്നുണ്ട്. നോർത്ത് സോണെന്നും സൗത്ത് സോണെന്നും 2ആയി തിരിക്കുന്നുണ്ട്. 1809 തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സേന ആരംഭിച്ചത് ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. 1809 തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സേന ആരംഭിച്ചത് ഉമ്മിണിത്തമ്പിയാണ്. തിരുവിതാംകൂർ പോലീസ് സേനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഒലിവർ ബെൻസ്ലി. പിതാവ് ആരാണ് തിരുവിതാംകൂർ പോലീസ് സേനയുടെ എന്ന് ചോദിച്ചാൽ ഒലിവർ ബെൻസ്ലി. എന്നാൽ 1809 തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സേന ആരംഭിച്ച ദിവാനാണ് ആര്? ഉമ്മിണിത്തമ്പി. കേട്ടോ, ദിവാനാണ് ഉമ്മിണിത്തമ്പി. കേരള പോലീസ് നിയമം നിലവിൽ വന്നത് എന്നാണ്? 1960. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ 2011 കേരള പോലീസ് ആക്ട് വരുന്നതിന് മുമ്പ് 1960 കേരള പോലീസ് ആക്ട് ഉണ്ടായിരുന്നു. ഈ 2011 ഈ കേരള പോലീസ് ആക്ട് വന്നപ്പോൾ 60 ആക്ട് റദ്ദാവുകയാണ് ചെയ്തത്. കേട്ടോ, കേരള പോലീസിൻ്റെ ആപ്തവാക്യം ചോദിച്ചാൽ മൃദുഭാവേ ദൃഢകൃത്യേ, സോഫ്റ്റ് ഇൻ ടെമ്പറാമെൻറ്റ്, ഫേം ഇൻ ആക്ഷൻ. മൃദുഭാവേ ദൃഢകൃത്യേ. ഇനി കേരള പോലീസിൻ്റെ തലവൻ, അത് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയാണ്, ക്ഷമിക്കുക. പോലീസ് എന്നാണ് കേട്ടോ. കേരള പോലീസിൻ്റെ തലവൻ ആരാണ്? DGP, SPC ആയിരിക്കും കേട്ടോ. DGP ആയിരിക്കും കേരള പോലീസിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത്. കേട്ടോ, കേരളത്തിലെ ആദ്യ DGP ആണ് T. അനന്തശങ്കര അയ്യർ. കേട്ടോ, കേരളത്തിലെ ആദ്യ DGP T. അനന്തശങ്കര അയ്യർ ആണ്. അനന്തശങ്കര അയ്യർ. കേരളത്തിലെ ആദ്യ വനിതാ DGP ചോദിച്ചാൽ R. ശ്രീലേഖയാണ്. കേരളത്തിലെ ആദ്യ വനിതാ DGP R. ശ്രീലേഖ. കേരളത്തിലെ 2ാമത്തെ വനിതാ DGP ആണ് B. സന്ധ്യ. കേരളത്തിലെ 2ാമത്തെ വനിതാ DGP B. സന്ധ്യയാണ്. കേരളത്തിലെ ആദ്യ IG ആണ് N. ചന്ദ്രശേഖരൻ നായർ. കേരളത്തിലെ ആദ്യ IG ആണ് N. ചന്ദ്രശേഖരൻ നായർ. കേരളത്തിലെ ആകെ പോലീസ് ജില്ലകൾ എത്രയാണ്? 20 പോലീസ് ജില്ലകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, കേരള പോലീസിൻ്റെ തലവൻ DGP അഥവാ SPC ആയിരിക്കും. കേട്ടോ, SPC. അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യ DGP ആണ് T. അനന്തശങ്കര അയ്യർ. കേരളത്തിലെ ആദ്യ വനിതാ DGP R. ശ്രീലേഖ. കേരളത്തിലെ 2ാമത്തെ വനിതാ DGP B. സന്ധ്യ. കേരളത്തിലെ ആദ്യ IG N. ചന്ദ്രശേഖരൻ നായർ. കേരളത്തിലെ ആകെ പോലീസ് ജില്ലകൾ എത്രയാണ്? 20. കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്ഥാപിതമായത്? കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോടാണ്. കേട്ടോ, കോഴിക്കോട്. ഇന്ത്യയിലെ തന്നെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് സ്ഥാപിതമായത്. 1973 ഒക്ടോബർ 27 ഇന്ദിരാഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. കേട്ടോ, കേരള പോലീസിൻ്റെ യൂണിഫോം പാൻ്റാക്കിയ വർഷം എന്നാന്ന് ചോദിച്ചാൽ 1983 നവംബർ 14. 1983 നവംബർ 14 കേരള പോലീസിൻ്റെ യൂണിഫോം ആക്കിയ വർഷം. ഓക്കെ, കേരള പോലീസിൻ്റെ ഭാഗമായി ഡോഗ്സ് കോഡ് രൂപീകരിച്ചത് 1959. കേണയൻസ് കോഡ്. കേട്ടോ, കേരള പോലീസിൻ്റെ ഭാഗമായി ഡോഗ്സ് കോഡ് ആരംഭിച്ചത് 1959. ജനമൈത്രി പോലീസ് ആരംഭിച്ചത് 2008 മാർച്ച് 26. ജനമൈത്രി പോലീസ് ആരംഭിച്ചത് 2008 മാർച്ച് 26 തിരുവനന്തപുരം ജില്ലയിലാണ് ആരംഭിച്ചതെന്ന് ഓർത്തിരിക്കുക. അതേപോലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് SPC ആരംഭിച്ച വർഷം 2010 ഓഗസ്റ്റ് 2. SPC ആരംഭിച്ച വർഷം എന്നാണ് 2010 ഓഗസ്റ്റ് 2.
എവിടെയാണ് ആരംഭിച്ചത്? കോഴിക്കോട് കേട്ടോ, കോഴിക്കോടാണ് ആരംഭിച്ചതെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല കേട്ടോ, ഓർത്തിരിക്കുക. സർദാർ വല്ലഭായ് പട്ടേൽ കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? നീണ്ടകര. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? നീണ്ടകരയാണ്. കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? മട്ടാഞ്ചേരിയാണ്. കേരളത്തിലെ ആദ്യ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഗുരുവായൂർ. കേരളത്തിലെ ആദ്യ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഗുരുവായൂർ. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? പട്ടം. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? പട്ടമാണ്. കേരളത്തിലെ രണ്ടാമത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? കൊച്ചി. ആദ്യത്തേത് പട്ടമാണ്, രണ്ടാമത്തെ എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ, കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പേരൂർക്കടയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? പേരൂർക്കട, തിരുവനന്തപുരം. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഏതാണ്? തമ്പാനൂർ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഏതാണ്? തമ്പാനൂർ, തിരുവനന്തപുരമാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ്. കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ഏതാണ്? കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനാണ് മുല്ലപ്പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ ഏതാണ്? മുല്ലപ്പെരിയാർ. കേരള പോലീസ് അക്കാദമി എവിടെയാണ്? രാമവർമ്മപുരം, തൃശ്ശൂർ കേട്ടോ. തൃശ്ശൂരാണ് കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്, രാമവർമ്മപുരത്താണ്. അതേപോലെ തന്നെ PTC കേരള പോലീസ് ട്രെയിനിങ് കോളേജ് എവിടെയാണ്? തിരുവനന്തപുരമാണെന്ന് ഓർത്തിരിക്കുക. PTC കേരള പോലീസ് ട്രെയിനിങ് കോളേജ് എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഇനി മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ച വർഷം 1884 കേട്ടോ. മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ച വർഷം എന്നാണ് 1884. മലബാർ സ്പെഷ്യൽ പോലീസ് ആദ്യം അറിയപ്പെട്ടതാണ് മലപ്പുറം സ്പെഷ്യൽ പോലീസ് എന്നാണ് രൂപീകരിച്ച സമയത്ത് അറിയപ്പെട്ടത് കേട്ടോ. അത് MSP മലബാർ സ്പെഷ്യൽ പോലീസായി മാറിയ വർഷമെന്നാണ് 1921 സെപ്റ്റംബർ 30. ഈ 84 വരുമ്പോൾ മലപ്പുറം സ്പെഷ്യൽ പോലീസ് എന്നായിരുന്നു. അത് എന്നാണ് മലബാർ സ്പെഷ്യൽ പോലീസ് MSP ആയി മാറിയ വർഷം 1921 സെപ്റ്റംബർ 30 ഓർത്തിരിക്കുക. കേരളത്തിലെ ആകെ ബറ്റാലിയനുകളുടെ എണ്ണം 11. KP1, KP2, KP3, KP4, KP5, SAP, MSP, RRF, IRB, SASF, അതേപോലെ ആംഡ് പോലീസ് വുമൺ ബറ്റാലിയൻ കൂടിയുണ്ട്. അതേപോലെ തന്നെ ഒരു ബറ്റാലിയൻ കൂടി വരുന്നുണ്ട്, KP6. അത് കോഴിക്കോടാണ് വരുന്നത്. അതിൻ്റെ ബാക്കി നിയമനങ്ങളോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അങ്ങോട്ട് വരും, ഉടനെ തന്നെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് കേരള പോലീസ് ആക്ടിനെ കുറിച്ചാണ്. കേരള പോലീസ് ആക്ട് 2011. ആ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 1 എന്താണ് പറയുന്നത്? ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും, അതായത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. അതായത് എന്താണ് ഇതിൻ്റെ പേര്? ഇപ്പോൾ ഈ ഷോർട്ട് ടൈറ്റിൽ എന്തെന്ന് ചോദിച്ചാൽ സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിലാണ് പറയുന്നത്. ഈ ആക്ട് 2011 കേരള പോലീസ് ആക്ട് എന്നറിയപ്പെടുന്നു. കേരള പോലീസ് ആക്ട് 2011 എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ടൈറ്റിൽ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ? ഈ ആക്ടിൻ്റെ പേര് പറയുന്നു. ഓക്കെ അല്ലേ? ഇനി എൻ്റെ വ്യാപ്തി. ഈ ആക്ടിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തിയുണ്ട്. അതായത് കേരള പോലീസ് ആക്ട് എവിടെയെല്ലാം ബാധകമാണ്? കേരളം മുഴുവൻ ബാധകമാണ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഈ നിയമം പാസ്സാകുന്നത് മുതൽ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. എന്താണ്? ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതാണ്, ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഈ നിയമം നിലവിൽ വന്നപ്പോൾ 1960 കേരള പോലീസ് ആക്ട് റദ്ദാക്കി. അതുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ സെക്ഷൻ 1 പറയുന്നതാണ് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. എന്നാണ് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. എന്താണ് അതിൻ്റെ പേര്? ഈ നിയമം എവിടെയെല്ലാം ബാധകമാണ്, എന്ന് ഇത് പ്രാബല്യത്തിൽ വരും, ഇതൊക്കെയാണ് 1ാമത്തെ സെക്ഷനിൽ പറയുന്നത്. ഇനി അധ്യായം 2 സെക്ഷൻ 3 ജനറൽ ഡ്യൂട്ടീസ് ഓഫ് എ പോലീസ്. പോലീസിൻ്റെ കർത്തവ്യങ്ങൾ എന്തെല്ലാം? പോലീസിൻ്റെ കർത്തവ്യങ്ങൾ എന്തെല്ലാം എന്നാണ് അധ്യായം 2 സെക്ഷൻ 3 പറയുന്നത്. എന്താണ് പോലീസിൻ്റെ കർത്തവ്യങ്ങൾ? 1. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും അതിന്മേൽ നിർമ്മിച്ചിരിക്കുന്ന നിയമങ്ങൾക്കും വിധേയമായി ഭരണവ്യവസ്ഥയുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ സേവനം ചെയ്യുന്ന ഒരു വിഭാഗം. എന്താണ്? ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും അതിന്മേൽ നിർമ്മിച്ചിരിക്കുന്ന
നിയമങ്ങൾക്കും വിധേയമായി ഭരണവ്യവസ്ഥയുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ സേവനം ചെയ്യുന്ന ആൾ. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ഭരണഘടന അനുസരിച്ചും നമുക്ക് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചും അതേപോലെ തന്നെ ഭരണവ്യവസ്ഥ സർക്കാരിനെ അനുസരിച്ചുമാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഈ സേനാ വിഭാഗം എന്ന നിലയിൽ ഒരു സേനാവിഭാഗം എന്ന നിലയിൽ ക്രമസമാധാനവും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും രാഷ്ട്ര സുരക്ഷയും മനുഷ്യാവകാശ സംരക്ഷണവും ഉറപ്പുവരുത്തി നിയമപ്രകാരം എല്ലാ വ്യക്തികൾക്കും ലഭ്യമാകുന്ന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അവർ അനുഭവിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനായി പോലീസ് നിയമാനുസൃതം പ്രയത്നിക്കേണ്ടതാണ്. അതായത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷ ലഭിക്കുന്നുണ്ടോ, അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ, അതേപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ, അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ, ആ അവകാശങ്ങൾ കിട്ടുന്നുണ്ടോ, ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആ നിയമാനുസൃതം ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ പോലീസ് സേനയുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഇനി അധ്യായം 2 സെക്ഷൻ 4 കേട്ടോ. അധ്യായം 2 സെക്ഷൻ 4 എന്ത് പറയുന്നു? പോലീസിൻ്റെ ചുമതലകൾ. അപ്പോൾ സെക്ഷൻ 3 പറഞ്ഞത് എന്താണ്? ആ പോലീസിൻ്റെ കർത്തവ്യങ്ങളാണ് അല്ലേ? പോലീസിൻ്റെ കർത്തവ്യങ്ങൾ, ജനറൽ ഡ്യൂട്ടീസ് ഓഫ് പോലീസ്, പോലീസിൻ്റെ കർത്തവ്യങ്ങൾ പറഞ്ഞു. എന്നാൽ സെക്ഷൻ 4 പറയുന്നത് എന്താണ്? പോലീസിൻ്റെ ചുമതലകളാണ്. പോലീസിൻ്റെ ചുമതലകൾ, ഫങ്ഷൻസ് ഓഫ് ദ പോലീസ്. എന്താണ് അതിൻ്റെ ചുമതലകൾ? 1, പക്ഷപാതം കൂടാതെ നിയമങ്ങൾ നടപ്പിലാക്കുക. പക്ഷപാതം കൂടാതെ നിയമങ്ങൾ നടപ്പിലാക്കുക. അതേപോലെ തന്നെ എല്ലാ ആളുകളുടെയും ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, മനുഷ്യാവകാശം, അന്തസ്സ് എന്നിവ നിയമാനുസൃതം സംരക്ഷിക്കുക. എല്ലാ ആളുകളുടെയും ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, മനുഷ്യാവകാശം, അന്തസ്സ് എന്നിവ നിയമാനുസൃതം സംരക്ഷിക്കുക. രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ കാത്തുസൂക്ഷിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ, വർഗീയ ആക്രമണം, ആഭ്യന്തര കലാപം മുതലായവയ്ക്ക് എതിരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുക. എന്താണ്? രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ കാത്തുസൂക്ഷിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ, വർഗീയ ആക്രമണം, ആഭ്യന്തര കലാപം മുതലായവയ്ക്ക് എതിരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്തത് പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന ക്രമീകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക. പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന ക്രമീകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കാത്തുസൂക്ഷിക്കുകയും പൊതുസമാധാനം നിലനിർത്തുകയും ചെയ്യുക. ഇത് പോലീസിൻ്റെ ചുമതലയാണ്. അതേപോലെ തന്നെ അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനത്തെ സംരക്ഷിക്കുക അല്ലേ? ഇപ്പോൾ ഒരു ബിൽഡിങ് അപകടത്തിൽപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാർ ആക്സിഡൻറ്റ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ കള്ളന്മാരുടെയൊക്കെ ശല്യങ്ങൾ, ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം? പൊതുജനത്തെ കള്ളന്മാരുടെയൊക്കെ ശല്യം ഉണ്ടാവില്ലേ, ഇതിൽ നിന്നൊക്കെ എന്താണ്? അതേപോലെ മറ്റു ഉപദ്രവങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ എന്താണ് വീടുകൾ ഇടിക്കുക, അതേപോലെ തന്നെ അക്രമങ്ങളുണ്ടാവുമല്ലോ മനുഷ്യർ തമ്മിൽ. അപ്പോൾ അങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനത്തെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. തീവ്രവാദ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുക. ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ റോഡുകൾ, റെയിൽവേകൾ, പാലങ്ങൾ, മർമ്മപ്രധാനമായ പ്രതിഷ്ഠാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ പൊതു സ്വത്തുക്കളും സംരക്ഷിക്കുക. നമുക്കറിയാം റെയിൽവേയിലാണെങ്കിൽ നമുക്ക് റെയിൽവേ പോലീസുണ്ട് അല്ലേ? അതേപോലെ തന്നെ ആ പോലീസിലേക്ക് നമുക്ക് ഇവിടുന്ന് ഡെപ്യൂട്ടേഷൻ പോകാറുണ്ട് അല്ലേ? ഡെപ്യൂട്ടേഷൻ ജോലി ചെയ്യുന്നവരുണ്ട്. പാലങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. മർമ്മപ്രധാനമായ പ്രതിഷ്ഠാപനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ആ പോലീസുകാരവിടെ ഡ്യൂട്ടി ചെയ്യുന്നത് അല്ലേ, ഗാർഡ് ഡ്യൂട്ടി ചെയ്യുന്നത് കാണാറുണ്ട്. റൈഫിളൊക്കെ ഇട്ട് ആ ഗാർഡ് ഡ്യൂട്ടി ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ മർമ്മപ്രധാനമായ പ്രതിഷ്ഠാപനങ്ങളൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? പോലീസിനുണ്ട് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി നിയമപരമായ അധികാരങ്ങൾ പരമാവധി ഉപയോഗിക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുകയും കുറച്ചു കൊണ്ടുവരികയും ചെയ്യുക. നിയമപരമായ അധികാരങ്ങൾ പരമാവധി ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ തടയുകയും കുറച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. നിയമപരമായ അധികാരങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ തടയുകയും അതേപോലെ തന്നെ കുറച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിയമാനുസരണം അന്വേഷണം നടത്തി
കുറ്റവാളികളെ യഥാവിധിയുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക. കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്രൈമിൽ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിയമാനുസൃതം അതെന്ത് ചെയ്യുക, അന്വേഷണം നടത്തുക. എന്നിട്ട് ആ കുറ്റവാളി എന്ത് ചെയ്യുക, അറസ്റ്റ് ചെയ്തിട്ട് കൃത്യമായ നിയമ നടപടികൾക്ക് വിധേയമാക്കുക എന്നുള്ളതും പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. എല്ലാ പൊതുസ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. അല്ലേ, എല്ലാ പൊതുസ്ഥലങ്ങളിലും ഇങ്ങനെ ട്രാഫിക് നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ എന്താണ്, ഗതാഗത കുരുക്കുകളും മറ്റും ഉണ്ടാകും, അല്ലേ, അപകടങ്ങളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ മാറ്റുന്നതിനായിട്ട് എന്താണ്, എല്ലാ പൊതുസ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. കുറ്റകൃത്യങ്ങളായി പരിണമിച്ചേക്കാവുന്ന തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാനും പരിഹരിക്കാനും ശ്രമിക്കുക. ഇപ്പോൾ എന്തെങ്കിലും രണ്ട് പേര് തമ്മിലൊരു തർക്കങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി എന്താണ് ഒരു സംഘർഷത്തിലേക്ക് വരാതെ ആ കൃത്യമായി തർക്കങ്ങളും മറ്റും എന്ത് ചെയ്യുക, പോലീസ് രമ്യമായി സംസാരിച്ച് തീർക്കുക എന്നൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ പറയുന്ന പോലീസിൻ്റെ ചുമതലകളാണ്. ഇനി പ്രകൃതിദത്തമോ അല്ലാത്തതോ ആയ ദുരന്തമോ അത്യാഹിതമോ അപകടമോ ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ഇടപെടുകയും ക്ലേശം അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യുക, കൃത്യമായ സഹായം ചെയ്യുക. ഇതും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ക്ലേശം അനുഭവിക്കുന്നവർക്ക് കൃത്യമായ സഹായവും ചെയ്യുക എന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ. പോലീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രത്തിൻ്റെ സുരക്ഷയും സഹായകരമായ വിവരങ്ങൾ സമാഹരിക്കുകയും പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ വ്യാപനം നടത്തുകയും ചെയ്യുക. പോലീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്കും സഹായകരമായ വിവരങ്ങൾ സമാഹരിക്കുകയും പരിശോധിക്കുകയും അതേപോലെ ആവശ്യമെങ്കിൽ വ്യാപനം നടത്തുകയും ചെയ്യുക എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ അല്ലേ. അതേപോലെ കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസരണമുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുക കേട്ടോ. കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസരണമുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. അതായത് പറയുന്നതാണ്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഒരാളെ ഇടിച്ച് നാശമാക്കരുത്. അയാൾക്ക് കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യുക, കസ്റ്റഡിയിലുള്ള ആളുകൾക്ക് കൃത്യമായി നിയമാനുസരണമുള്ള സംരക്ഷണം കൊടുക്കുക. നമുക്കങ്ങനെ ഇടിക്കാനുള്ള അവകാശമൊന്നുമില്ല. എന്നാൽ കൃത്യമായ സംരക്ഷണം അവരെ ജയിലിലാക്കുക എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൃത്യമായ നിയമ നടപടി സ്വീകരിച്ച് വേണ്ട ശിക്ഷ കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുസരണമുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ക്ഷമതയുള്ള അധികാരസ്ഥാനങ്ങളുടെയും മേലുദ്യോഗസ്ഥരുടെയും നിയമാനുസൃതമായ എല്ലാ ഉത്തരവുകളും അനുസരിക്കുകയും നിയമാനുസൃതമായി നടപ്പിലാക്കുകയും ചെയ്യുക. അതായത് നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ക്ഷമതയുള്ള അധികാര സ്ഥാനങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെയും നിയമാനുസൃതമായ എല്ലാ ഉത്തരവുകളും എല്ലാം പറയുന്ന എല്ലാം ചെയ്യണമെന്നല്ല, നിയമാനുസൃതമായ എല്ലാ ഉത്തരവുകളും അനുസരിക്കുകയും നിയമാനുസൃതമായി നടപ്പിലാക്കുകയും ചെയ്യുക എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. ഇനി പോലീസ് സേനയുടെ ആന്തരിക അച്ചടക്കം പാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നാണ്. പോലീസ് സേനയുടെ ആന്തരിക അച്ചടക്കം പാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ, ചുമതലയാണെന്ന് ഓർത്തിരിക്കുക. ജനങ്ങൾക്കിടയിൽ പൊതുവായി സുരക്ഷിതത്വബോധം ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലോ തെരുവിലോ നിസ്സഹായരോ നിരാലംബരോ ആയി കാണപ്പെടുന്ന പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുതിർന്ന പൗരന്മാരുടെയും കഴിവുകളിൽ വ്യത്യസ്തതയുള്ളവരുടെയും ആളുകളുടെയും ചുമതല. അതായത് മുതിർന്ന പൗരന്മാരുടെയും കഴിവുകളിൽ വ്യത്യസ്തതയുള്ള ആളുകളുടെയും ചുമതല ഏറ്റെടുത്ത് അവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നോട് പറയുന്നുണ്ട് കേട്ടോ. പൊതുസ്ഥലങ്ങളിലോ തെരുവിലോ നിസ്സഹായരോ നിരാലംബരോ ആയി കാണപ്പെടുന്ന ആളുകളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുതിർന്ന പൗരന്മാരുടെയും കഴിവുകളിൽ വ്യത്യസ്തത ഉള്ള ആളുകളുടെയും ചുമതല ഏറ്റെടുത്ത് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്തവ്യങ്ങൾ പാലിക്കുക കേട്ടോ. ആ സമയം ഒരു മേലുദ്യോഗസ്ഥൻ വന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ, ഒരു കർത്തവ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ, ഒരു നിയമം ആ സമയത്ത് ഇപ്പോൾ കൊറോണയുടെയൊക്കെ സമയത്ത് പ്രത്യേകിച്ച് കുറേ നിയമങ്ങളുണ്ടായിരുന്നല്ലോ, പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയുള്ള നിയമങ്ങളുണ്ടല്ലോ. അപ്പോൾ തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്തവ്യങ്ങൾ പാലിക്കുക. അപ്പോൾ കൊറോണയുടെ സമയത്ത് ഓരോ പ്രത്യേക നിയമങ്ങളാണ് കൊണ്ട്, പുറത്തിറങ്ങാൻ പാടില്ല, മാസ്ക് വെച്ചില്ലേ ഫൈൻ അടിക്കും. അപ്പോൾ അതൊക്കെയാണ്, ആ നിയമങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി പാലിക്കണം കേട്ടോ. അതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് നിയമങ്ങളുണ്ട് കേട്ടോ. സർക്കാർ കാലാകാലങ്ങളിൽ നിയമാനുസൃതം ഏൽപ്പിക്കുന്ന മറ്റ്
ചുമതലകൾ നിർവഹിക്കുക. സർക്കാർ ഓരോ ഉത്തരവുകൾ കൊണ്ടുവരുമല്ലോ, പോലീസിന് നടപടികൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഉത്തരവിടുമ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആ ചുമതലകൾ നിർവഹിക്കുക എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. ഈ പറയുന്ന പോലീസിൻ്റെ ചുമതലയിൽ പറയുന്നുണ്ട് കേട്ടോ, ഫങ്ഷൻസ് ഓഫ് ദി പോലീസിൽ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പോലീസ് സെക്ഷൻ 4 വരുന്നത് കേട്ടോ. അധ്യായം 2 സെക്ഷൻ 4 വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്, കൃത്യമായി പഠിക്കുക. ഇനി സെക്ഷൻ 7 അതുകൂടി ഒന്ന് നോക്കി പോവുക. കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ജനങ്ങൾക്കുള്ള അവകാശം. എന്താണ്? കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ജനങ്ങൾക്കുള്ള അവകാശമാണ് സെക്ഷൻ 7 പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് അവകാശമുണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഒരു കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ നല്ല ഉദ്ദേശത്തോടെ ഒരു കാര്യത്തിന് ചെല്ലുകയാണെങ്കിൽ നമുക്ക് സഹായം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? പോലീസിനുണ്ട്. എല്ലാ വ്യക്തികൾക്കും പോലീസ് സ്റ്റേഷനിൽ നിന്നും കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് അവകാശമുണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരാളൊരു പരാതിയായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെന്ത് ചെയ്യണം? നീതി ലഭിക്കണം. ആ പരാതി തള്ളിക്കളയാനൊന്നും പറ്റില്ല. മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞോ, ചിലപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലോ ഒക്കെ എന്ത് പറയുന്നു, അല്ലെങ്കിൽ താണ ജാതിയിൽപ്പെട്ടവരെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മാറ്റിക്കളയുന്നതൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും പാടില്ല. കൃത്യമായ സേവനത്തിന് അവകാശമുണ്ടായിരിക്കും ഏതൊരു വ്യക്തിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയുന്നു, സെക്ഷൻ 7 പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഒന്ന് പഠിക്കുക. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പാർട്ട് 2 ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ്.